Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാറ്റലൈറ്റ് റേഞ്ചിങ്, കാൽക്കുലേറ്റിംഗ് പൊസിഷൻസ് ആൻഡ് സിഗ്നൽ സ്ട്രക്ചർ ഇൻ GPS. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. How GPS works? What is the principle behind the working of GPS? The basis of GPS is trial iteration. Trial iteration ആണ് എന്ത് GPS-ൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ. Trial iteration is a method of determining the relative position of object using the geometry of triangles. Geometry of triangles, ട്രയാങ്കിളിൻ്റെ ജോമെട്രി ഉപയോഗിച്ചിട്ട് റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനാണ് എന്ത് പറയുന്നത്, ട്രയൽ ഐറ്ററേഷൻ എന്ന് പറയുന്നത്. ടു ട്രയൽ ഐറ്ററേറ്റ്, GPS receiver measures distance using travel time of radio signals. അപ്പോൾ ഈ ട്രയൽ ഐറ്ററേഷൻ ഉപയോഗിക്കുന്നത് GPS റിസീവർ മെഷർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് യൂസിങ് ദി travel time of radio signals. To measure travel time, GPS needs very accurate timing. Travel time measure ചെയ്യാൻ GPS-ന് എന്താ ആവശ്യമുണ്ട്? It needs a very accurate timing. Along with distance, you need to know exactly where the satellite are in space. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിസീവർ ആൻഡ് സാറ്റലൈറ്റ് മാത്രമല്ല ആവശ്യം, സ്പേസിൽ എവിടെയാണ് സാറ്റലൈറ്റ് നിൽക്കുന്നത് അതിൻ്റെ പൊസിഷനും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രയൽ ഐറ്ററേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഭൂമിയിലെ ഓരോ പോയിന്റ് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലി യു മസ്റ്റ് കറക്റ്റ് ഫോർ എനി ഡിലൈസ് ദ സിഗ്നൽ എക്സ്പീരിയൻസ് ആസ് ഇറ്റ് ട്രാവൽ ത്രൂ ദി അറ്റ്മോസ്ഫിയർ. അവസാനമായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു കറക്റ്റ് സിഗ്നലിന് എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടോ. അപ്പോൾ അതിനുള്ള എറേഴ്സിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ ഡാറ്റയിലോട്ട് എത്തിച്ചേരുന്നത്. ഇനി വാട്ട് ഈസ് സാറ്റലൈറ്റ് റേഞ്ചിങ്? GPS റിസീവേഴ്സ് കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ടു സാറ്റലൈറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് എമൗണ്ട് ഓഫ് ടൈം ഇറ്റ് ടേക്ക് ഫോർ സാറ്റലൈറ്റ് സിഗ്നൽ ടു റീച്ച് ദ ഗ്രൗണ്ട്. To make such calculation, the receiver must be able to tell precisely when the signal was transmitted and when it was received. The satellites are equipped with extremely accurate atomic clocks, so the timing of transmission is always known. Receivers contain cheaper clocks which tend to be sources of measurement error. അപ്പോൾ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫൈൻഡിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. സാറ്റലൈറ്റും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓഫ് ട്രാവലിംഗ് ഓഫ് സിഗ്നൽസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. അപ്പോൾ സിഗ്നലിന് എന്തുണ്ട്? ദർ ഈസ് എ ഡാറ്റ ഓഫ് ടൈം. അത് പുറപ്പെട്ടതും അത് റിസീവ് ചെയ്തിട്ടുള്ള പുറപ്പെട്ടതിൻ്റെ സമയമുണ്ടാവും. അപ്പോൾ റിസീവറിൽ നമുക്ക് അത് റിസീവ് ചെയ്ത സമയം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ട്രാവൽ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ്റലൈറ്റ് ഉള്ളത് നമുക്ക് ടൈമിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി സാറ്റലൈറ്റ് ഉള്ളത് ഹൈലി അക്യുറേറ്റ് ആയിട്ടുള്ള ആറ്റോമിക് ക്ലോക്സ് ആണ്. ഇപ്പോൾ നാനോ സെക്കൻഡ്സ് അക്യുറസിയിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈമിംഗ് ഡാറ്റ നമുക്ക് ആറ്റോമിക് ക്ലോക്സ് തരുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. പക്ഷേ റിസീവറിലുള്ളത് ചീപ്പർ ക്ലോക്സ് ആയതുകൊണ്ട് ചെറിയ ഇററൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണ കറക്റ്റ് ചെയ്യാറുള്ളത്. ഇനി ദ സിഗ്നൽ ബ്രോഡ്കാസ്റ്റ് ബൈ സാറ്റലൈറ്റ്സ് കാൾഡ് സ്യൂഡോ റാൻഡം കോഡ്സ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സിഗ്നൽസിന് പറയുന്ന പേരാണെന്ത്? സ്യൂഡോ റാൻഡം കോഡ്സ് എന്ന്. ആർ അക്കമ്പനീഡ് ബൈ ദി ബ്രോഡ്കാസ്റ്റ് എഫെമറൈസ് ഡാറ്റ ദാറ്റ് ഡിസ്ക്രൈബ് ദി ഷേപ്സ് ഓഫ് സാറ്റലൈറ്റ് ഓർബിറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ
എഫിമറി സിഗ്നൽസ് ഉണ്ട്. എഫിമറി സിഗ്നൽസിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദി ഷേപ്സ് ഓഫ് ദി സാറ്റലൈറ്റ് ഓർബിറ്റ്. സാറ്റലൈറ്റിൻ്റെ ഹെൽത്ത്, അതിൻ്റെ ഓർബിറ്റൽ സിസ്റ്റംസ്, സാറ്റലൈറ്റിനെ കുറിച്ചുള്ള ഡാറ്റ തരുന്നതാണ് എന്താ എഫിമറി സിഗ്നൽസ്. ഓർത്തിരിക്കുക. ഈ സാറ്റലൈറ്റ് റേഞ്ചിങ്. അപ്പോൾ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ദ ഫേസ് ഡിഫറൻസ് ഓഫ് ദി സ്യൂഡോ റാൻഡം കോഡ്സ്. ഇതാണ് സ്യൂഡോ റാൻഡം കോഡ്സ് വരുന്നത്. അപ്പോൾ ഈ സ്യൂഡോ റാൻഡം കോഡ്സിൻ്റെ ഫേസ് ഡിഫറൻസ് അളന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ടൈമാണ്, ടൈം ഡിഫറൻസ്. അപ്പോൾ ഈ ടൈം ഡിഫറൻസ് ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് എന്താ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. സ്പീഡ് ഓഫ് ലൈറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. The signals are electromagnetic signal, so that the speed of electromagnetic signal is speed of light. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൊടുക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? 3 lakh km/s. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈം അളക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ഓഫ് ദി സ്യൂഡോ റാൻഡം കോഡ്സ്. ഇനി എന്താ സാറ്റലൈറ്റ് റേഞ്ചിങ്? നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ്. The GPS constellation is configured so that minimum of 4 satellites is always in view everywhere on Earth. If only one satellite signal was available to a receiver, the set of position would include the entire range of sphere surrounding the സാറ്റലൈറ്റ്. അപ്പോൾ സാറ്റലൈറ്റ് റേഞ്ചിങ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇനി നമുക്ക് അതിൻ്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ഒരു പൊസിഷൻ നമുക്ക് ഒരു ഭൂമിയിൽ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് 4 സാറ്റലൈറ്റ്സ്. അപ്പോൾ ഒറ്റ സാറ്റലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള സ്ഫിയറിൻ്റെ എവിടെയെങ്കിലും ആവാം എന്ത് പൊസിഷൻ. ഇനി 2 സാറ്റലൈറ്റ്സ് ആണെങ്കിലോ, if 2 satellites are available, a receiver can tell that its position is somewhere along the circle formed by the intersection of 2 spherical ranges. ഇതിൻ്റെ ഈ ഒരു സർക്കിളിൽ, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്ന ഈ ഒരു സർക്കിളിലായിരിക്കാം എന്ത് ഇവിടെ എവിടെയെങ്കിലും ആവാം അതിൻ്റെ പൊസിഷൻ. ഇനി if the distance from the 3 satellites are known, the receiver's position must be one of the 2 points at the intersection of 3 spherical ranges. GPS receiver are usually smart enough to choose the location nearest to the surface. At a minimum, 3 satellites are required for 2-dimensional horizontal fix. 4 ranges are required for a 3-dimensional fix, that horizontal and vertical. അപ്പോൾ 3 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കാം 2 പോയിന്റ് കിട്ടും. അപ്പോൾ 2 പോയിന്റിൽ നമുക്ക് ഒരു 2D ഡാറ്റ മാത്രം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 3 സാറ്റലൈറ്റ്സ് ആവശ്യമുള്ളൂ. പക്ഷേ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട് നമുക്ക്? വി നീഡ് സിഗ്നൽസ് ഫ്രം ദി 4 സാറ്റലൈറ്റ്സ്. ഇനി ഇൻ ബ്രീഫ് we can say that distance to a satellite is determined by measuring how long a radio signal take to reach us from that satellite. To make the measurement, we assume that both the satellite and our receiver are generating the same pseudo-random codes at exactly the same time. അപ്പോൾ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സാറ്റലൈറ്റും റിസീവറും ഒരേ സമയത്താണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. By comparing how late the satellite pseudo-random code appears compared to our receiver code, we determine how long it takes to reach us. അപ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻസ് ആണെന്ത് ദ ടൈം ഡിലേ ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. അപ്പോൾ ആ ടൈം ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്ലൈ ദാറ്റ് ട്രാവൽ ടൈം ബൈ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദി ഡിസ്റ്റൻസ്. ഇനി GPS ഉപയോഗിക്കുന്ന സിഗ്നൽസിനെ കുറിച്ചാണ്, സിഗ്നൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. GPS സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഓൺ 2 കാരിയർ ഫ്രീക്വൻസീസ്. അപ്പോൾ കാരിയർ ഉണ്ട്, നമ്മൾ സ്യൂഡോ റാൻഡം കോഡ്സിനെ ക്യാരി ചെയ്യുന്ന സിഗ്നൽസ് ഉണ്ട്. 3 തരം സിഗ്നൽസ് ആണ് നമുക്ക് സാറ്റലൈറ്റ് സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ കാരിയർ സിഗ്നൽസ് ഉണ്ട്,
സ്യൂഡോ റാൻഡം നോയ്സ് അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം കോഡ്സ് ഉണ്ട്. അതാണ് നമ്മൾ ടൈമിംഗ് ഡാറ്റ ഒക്കെ തരുന്ന എന്താണ് സ്യൂഡോ റാൻഡം കോഡ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എഫിമറിസ് ഡാറ്റ. അത് എഫിമറിസ് സിഗ്നൽസ് ആണ് തരുന്നത്. ദാറ്റ് ഈസ് നമ്മളെ സാറ്റലൈറ്റിൻ്റെ ഹെൽത്ത്, സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ ഇൻഫോർമേഷൻസ്, ഇതെല്ലാം തരുന്നത് എഫിമറിസ് സിഗ്നൽസ് ആണ്. The GPS satellite transmits signals on two carrier frequencies. L1 ഒരു കാരിയർ ഫ്രീക്വൻസിയാണ് L1 എന്ന് പറഞ്ഞിട്ടുള്ള 1575.42 മെഗാ ഹെഡ്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ആൻഡ് ക്യാരീസ് ബോത്ത് സ്റ്റാറ്റസ് മെസ്സേജ് ആൻഡ് സ്യൂഡോ റാൻഡം കോഡ്സ് ഫോർ ടൈമിംഗ്. L2 carrier 1227.60 megahertz and is used for more precise military pseudo random code. L2 carrier waves ഉപയോഗിക്കുന്നത് മിലിറ്ററി പർപ്പസിനാണ്. സിവിലിയൻ പർപ്പസിന് L1 carrier wave ആണ്. Pseudo random code is a fundamental part of GPS. Physically, it's just very complicated digital code, or in other words, complicated sequence of on and off pulse. On and off ഒരു ഡിജിറ്റൽ സിഗ്നൽ ആണ് എന്താ സ്യൂഡോ റാൻഡം കോഡ്. ഓൺ ആൻഡ് ഓഫ് പൾസിലായിട്ടാണ് വരുന്നത് സ്യൂഡോ റാൻഡം കോഡ്സ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് സ്യൂഡോ റാൻഡം കോഡ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് അക്വിസിഷൻ കോഡാണ്. ഇറ്റ് മോഡുലേറ്റ്സ് L1 കാരിയർ. അപ്പോൾ L1 കാരിയർ വേവ് ആയിട്ടാണ് അത് മോഡുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റിപ്പീറ്റ്സ് എവരി 1023 ബിറ്റ്സ് ആൻഡ് മോഡുലേറ്റ്സ് അറ്റ് 1 മെഗാഹെർട്സ് റേറ്റ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നത് 1023 ബിറ്റ്സിലാണ്. അതുപോലെ തന്നെ അത് മോഡുലേറ്റ് ചെയ്യുന്ന 1 മെഗാഹെർട്സ് റേറ്റിലാണ്. ഈ സാറ്റലൈറ്റ് ഹാസ് യുണീക്ക് സ്യൂഡോ റാൻഡം. ഓരോ സാറ്റലൈറ്റിനും അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള സ്യൂഡോ റാൻഡം കോഡ് ഉണ്ട്. കോഴ്സ് അക്വിസിഷൻ കോഡ് ഈസ് ബേസിസ് ഫോർ സിവിലിയൻ GPS യൂസ്. കോഴ്സ് അക്വിസിഷൻ കോഡാണ് എന്താ സിവിലിയൻ GPS യൂസിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് സ്യൂഡോ റാൻഡം കോഡ് എന്ന് പറയുന്നത് പ്രിസൈസ് കോഡ്, P കോഡ് എന്ന് പറയും. ഇറ്റ് റിപ്പീറ്റ്സ് ഓൺ 7-day cycle and modulate both L1 and L2 carrier waves at a 10 megahertz rate. അപ്പോൾ 7-day cycle റിപ്പീറ്റ് ചെയ്യുന്നത്, മോഡുലേറ്റ് ചെയ്യുന്നത് 10 മെഗാഹെർട്സിനും L1നും L2നും ചെയ്യുന്നുണ്ട്. This code is intended for military uses and can be encrypted. What is encrypted is called Y code. അപ്പോൾ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കോഡാണെങ്കിൽ നമുക്ക് Y കോഡ് എന്ന് പറയും. സിൻസ് P കോഡ് is more complicated than course acquisition code, it's more difficult for receiver to acquire. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡാണെന്ന് പ്രിസൈസ് കോഡ് അല്ലെങ്കിൽ P കോഡ്. അത് മിലിറ്ററി പർപ്പസിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. That is why many military receivers start by acquiring course acquisition code first and then move on to P code. അപ്പോൾ രണ്ട് സ്യൂഡോ റാൻഡം കോഡാണ്, കോഴ്സ് അക്വിസിഷൻ കോഡും P കോഡും. കോഴ്സ് അക്വിസിഷൻ കോഡ് ഉപയോഗിക്കുന്നത് ഏതിലാണ്? ഇറ്റ് ഈസ് ഫോർ സിവിലിയൻ പർപ്പസ്. P കോഡ് ഉപയോഗിക്കുന്നത് ഫോർ മിലിറ്ററി പർപ്പസ് ആണ്. ഇനി നാവിഗേഷൻ സിഗ്നൽ, എഫിമറിസ് സിഗ്നൽസ് എന്ന് പറയും. There is low frequency signal added to the element code that gives information about the satellite's orbit. Satellite orbitനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന സിഗ്നൽസ് ആണ് എന്താ നാവിഗേഷൻ സിഗ്നൽസ് and their clock correction and other system status. There are several good reasons for that complexity. The complex pattern helps us make sure that the receiver doesn't accidentally signal up to some other signal. Since a satellite signal has its own unique pseudo random code, this complexity also guarantees that the receiver won't accidentally pick up another satellite signal. So all the satellites can use the same frequency without jamming each other, and it makes it more difficult for a hostile force to jam the system. In fact, pseudo random code gives DoD, that is Department of Defense, a way to control access to the system. അപ്പോൾ നാവിഗേഷൻ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എഫിമറിസ് ഡാറ്റ നമ്മൾ L1 കാരിയർ വേവിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്യൂഡോ റാൻഡം കോഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ സിസ്റ്റം കുറച്ചുകൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് സ്യൂഡോ റാൻഡം കോഡ്സ് ഒന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ളത്. ഇതാണ് കാരിയർ വേവ്സ്. കാരിയർ വേവ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓർ കോസ് വേവ്സ് ആണ്. സ്യൂഡോ റാൻഡം കോഡ്സ് എന്താണ് ഓൺ ആൻഡ് ഓഫ് പൊസിഷനിൽ വരുന്ന ഡിജിറ്റൽ കോഡ്സ് ആണ്. അപ്പോൾ ഇതിൽ മോഡുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് L1 കാരിയർ വേവ്സിൽ അല്ലെങ്കിൽ L2 കാരിയർ വേവ്സിൽ ഈ സ്യൂഡോ റാൻഡം കോഡ്സ് മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വി ആർ ഗെറ്റിംഗ് സിഗ്നൽസ് ഇൻ ദി റിസീവർ എൻഡ്.
അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയ കുഞ്ഞു മൊഡ്യൂളാണ്. ഇനി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്താൽ തന്നെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ജസ്റ്റ് ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഇതിനെ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.